നമ്മളിന്ന് ഷെഡിലേക്ക് എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ട കാഴ്ച അറിയിക്കുകയാണെങ്കിൽ മോമിൽക്ക് ഡൈനിനെ കുളിപ്പിക്കുന്നതാണ്. ഇങ്ങേ സൈഡിലാണെങ്കിൽ നമ്മളെ കൃത്യനിഷ്ഠതയുള്ള ടീംസ് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ അബ്ബാസ് ആണെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞുകൊണ്ട് 4 പ്രാവശ്യമൊക്കെ കുപ്പായം മാറ്റിയിട്ട് ഓരോന്നോരോന്നിട്ട് വന്നുകൊണ്ട് കാഴ്ചയ്ക്ക് ഇരിക്കുന്ന പരിപാടിയാണിത്. അങ്ങനെ നമ്മളെ സൊറപറയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് മോമിൽക്കാരനെ ഒരു കുപ്പായം എടുത്തുകൊണ്ട് ഡെലിവറിക്ക് പോകാൻ റെഡി ഒരുങ്ങിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഡാനിനും കുറേശിനും കൂടി ആയിട്ടാണ് ഡെലിവറി എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് എടുത്ത 2 ചേസ് ആയിട്ടോട്ടെ ഇപ്രാവശ്യം 2 ഡെലിവറി തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ഒരു പോക്ക്. നമ്മളെ പയ്യന്മാർക്ക് പിന്നെ ലൈറ്റും ഡാൻസും പാട്ടൊന്നും ഇല്ലാണ്ട് ഒരു പരിപാടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിലൊരു കളങ്കം വരുത്താണ്ട് ഇപ്രാവശ്യം നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് അടിച്ചു പൊളിച്ച് പോയത്. കള്ളാപ്പൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് ചാവി തിരിച്ചാൽ കയറിയെന്ന് തോന്നുന്നുണ്ട്. കയറലും ഡാൻസ് കളിക്കലും എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യും. അങ്ങനെ ഡാൻസും കുത്തും ആഘോഷവും എല്ലാം കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ ലീലന്റെ ഷോറൂമിലേക്കെത്തി. ഷോറൂമിൽ എത്തിയപാടെ നമ്മളെ പയ്യന്മാരെല്ലാവരും കൂടി ഓരോ ടാസ്ക് ആയിട്ട് വണ്ടീന്റെ അലങ്കോല പരിപാടികൾക്ക് വേണ്ടിയാണ് നടന്നത്. പിന്നെ നമ്മളെ പയ്യന്മാര് 3 മുത്തുമണികളെയും കൂടി കണ്ട് ഒരു ലൈനപ്പിൽ ഇട്ടും കണ്ട് ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതേ ടൈമിൽ നമ്മളെ ബോസും ജൂനിയർ ബോസും ഉണ്ട് ഹോട്ട് സീറ്റിൽ. ലൈലാന്റെ ഒരു ചാവി വരാൻ വേണ്ടി കുറച്ച് ഡിലേ ഇട്ടപ്പം നമ്മളെ പയ്യന്മാരാണെങ്കിൽ സ്വന്തം ചാവി എടുത്തും കണ്ട് സ്വന്തം തന്നെ ഡെലിവറി നടത്തിയിട്ട് ആനന്ദം കൊള്ളാണ്. എന്തൊക്കെ ജാതി ടീംസാലേ. അങ്ങനെ ഫൈനലി നമ്മളെ ചേസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഓരോ ചേസ് എടുത്തും കണ്ട് നാട്ടിലേക്ക് വെച്ച് പിടിച്ച്. അപ്പോൾ ബാക്കി വീഡിയോസും ചേസിന്റെ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒക്കെ ബൈ, എത്ര ഉള്ളൂ.